ഹായ് ഡീസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളും കൂടെ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ദോശ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ റയമോൾക്ക് മദ്രസയ്ക്ക് പോകാനുള്ള ടൈമായി. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്കുള്ളൊരു ദോശ ചുട്ടെടുത്തതിന് ശേഷം അവൾ കുറേ നേരമായി വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പോകാനുള്ള ടൈമായി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവൾക്കൊന്ന് ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു. അതിന് ശേഷം എന്താ തനിമോൾക്ക് ഒരു ദോശ ചുട്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തനിമോള് റയമോൾക്ക് ദോശ ചുട്ടു കൊടുത്തത് കണ്ടപ്പോൾ അപ്പു എന്നും പറഞ്ഞ് പിന്നാലെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ പിന്നാലെ അവൾ നിൽക്കുന്നുണ്ട്. ഞാൻ ദോശ ചുടുന്നതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്കുള്ള ദോശ കൂടി ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ അവൾക്കുള്ള ദോശ കൂടി ആക്കിയിട്ട് ഒന്ന് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ദോശ കൊണ്ടു കൊടുക്കുന്നത് കണ്ടിട്ട് അവൾ പെട്ടെന്ന് തന്നെ ചെയറുമ്മ കയറിയിരുന്നു. അവൾക്ക് ചെയറുമ്മ ഇരുന്ന് റയമോൾ ഇരിക്കുന്നത് പോലെ ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷെ അവൾക്ക് എത്തില്ല കേട്ടോ. അതുകൊണ്ട് അവളിനെ ടേബിളിൻ്റെ മുകളിൽ കയറ്റിയിരുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഇപ്പം റയമോളും തനിമോളും ഫുഡ് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും ടി വിയും കണ്ടിട്ട് ഇരുന്ന് കഴിക്കുന്ന സീനാണ്. ഇതുപോലെ കൊടുത്താലേ റയമോളല്ല തനിമോള് കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ എനിക്കുള്ള ദോശയും ചുട്ടെടുത്തതിന് ശേഷം ഉമ്മാക്കുള്ള ദോശയൊക്കെ ചുട്ട് വെച്ചതിന് ശേഷം ഞാനിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, അത് കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ റയമോൾക്ക് നല്ല എരിവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് റയമോൾക്ക് പിന്നെ ഞാൻ ചെമ്മീൻ കൊടുത്തില്ല കേട്ടോ. അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം റയമോളും തനിമോളും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള അവളുടെ ഫ്രണ്ട് അനിമോളും ഉണ്ട്. അവർ 3 പേരും ഇരുന്നിട്ട് നല്ല കളിയിലാണ് കേട്ടോ. അവർ രണ്ടുപേരും കൂടി തനിമോൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അവർ കളിക്കുന്ന സീനാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് മാത്രമേ വെച്ചുള്ളൂ കേട്ടോ. പിന്നെ കറിയൊക്കെ തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു, അതേപോലെ മീൻ പൊരിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാര്യമായിട്ടൊന്നും ഇന്ന് ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അത് കാരണം കൊണ്ട് രാവിലത്തെ വിശേഷങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, ഒരുപാടൊന്നുമില്ല. ചെറിയ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാനാണെങ്കിൽ ഒന്നുമില്ല അതിനും. അങ്ങനെ മൈദ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ്, സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ തയ്യാറാക്കാൻ. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കറാമ്പൂവും ചെറിയ കഷ്ണം പട്ട കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കായ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക. ഞാൻ അതും ഇല്ലാത്തത് കൊണ്ട് അതും സ്കിപ്പ് ചെയ്തു. അങ്ങനെ അത് പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോഡാപ്പൊടിയില്ലേ അപ്പക്കാരം, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സോഡാപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും പഞ്ചസാരയും എല്ലാം തന്നെ നന്നായി തന്നെ ഒന്ന് മിക്സ് ആവണം കേട്ടോ. അതുവരെ നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളമാണ് കേട്ടോ. അപ്പം ഞാൻ 1 കപ്പ് അളവിൽ പച്ചവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ആവശ്യാനുസരണം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കയ്യിൽ നുള്ളിയെടുക്കുന്ന ആ ഒരു പരുവത്തിലാവണം നമുക്ക് മാവ് കിട്ടേണ്ടത്. ഒരുപാട് ലൂസായി പോകാനായിട്ട് പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല കേട്ടോ. ഒരു പിച്ചി എടുക്കില്ലേ, നമ്മൾ ഈ ഉള്ളിവടക്കൊക്കെ പിച്ചി എടുക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ ആ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നിങ്ങൾക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മൂടി വെച്ച് അടച്ചതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ സമയപ്പോഴാണ് എനിക്ക് കോള് വന്നത് കേട്ടോ. ഡെലിവറി വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ
അങ്ങനെ അപ്പോൾ എനിക്കറിയാം ചീനച്ചട്ടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നതാണ് എൻ്റെ ചട്ടി എന്തായാലും മാറ്റണം, ഈ ചട്ടി യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയി ചീനച്ചട്ടി വാങ്ങണം എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയിട്ട് നല്ലൊരു ചട്ടി ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും പറയുന്നതല്ലേ, പോരാത്തതിന് എൻ്റെ ചട്ടിയൊക്കെ നന്നായി തന്നെ കറുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒരുപാട് ആയിട്ട് അങ്ങനെ കറുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാറ്റാമെന്ന് കരുതി അങ്ങനെ ഇതാ ചട്ടി ആകാംക്ഷയോടെ ഞാൻ പൊട്ടിക്കുന്ന സീനാണ് കേട്ടോ. എന്താണ് ഈ ചട്ടിയിൽ വേണം പൊരിക്കാൻ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ചട്ടി പൊട്ടിക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ ഇതന്നെ കഴുകിയിട്ട് ഇത് യൂസ് ചെയ്യാം എന്ന് കരുതിയിട്ട് ഞാൻ പൊട്ടിക്കുകയാണ് കേട്ടോ. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇത് പൊട്ടിക്കുന്ന സമയത്ത് എന്താണ് എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം കുറേ ആയി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ പാത്രമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നും അധികം പാത്രമൊന്നും പർച്ചേസ് ചെയ്യാറില്ല. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ചെറിയൊരു പാന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, അതിൻ്റെ റേറ്റിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു 200ൻ്റെ ഉള്ളിലുള്ള റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള ക്വാളിറ്റി തന്നെ അതുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവരുടെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് പൊട്ടിക്കാനായിട്ട് ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പൊട്ടിച്ചെടുത്തത് തന്നെ. പാക്കിംഗ് ഒന്നും ഒരു കുഴപ്പമില്ല, നല്ല പാക്കിങ് തന്നെയാണ് കേട്ടോ ഫ്ലിപ്കാർട്ടിൻ്റേത്. അങ്ങനെടാ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണെന്ന് നമുക്ക് കാണാം കേട്ടോ, എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പം അതിൻ്റെ മുകളിലൊരു പൊട്ടുന്ന ടൈപ്പ് കവറുണ്ടല്ലോ, അതുണ്ട് കേട്ടോ. പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിടില്ല, അത് പൊട്ടിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ കവർ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എത്ര കിട്ടിയാലും ഇന്ന് പൊട്ടിച്ചോളും, ആർക്കും കൊടുക്കൂല കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക്. അപ്പോൾ ഇതാ ഞാൻ കണ്ടപ്പോൾ കുറച്ച് നേരം ഒന്ന് പൊട്ടിച്ചു. പിന്നെയാണ് ആലോചിച്ചത് സ്നാക്സ് ഉണ്ടാക്കാനുണ്ട്, അതവിടെ വെച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ പെട്ടെന്ന് ഇതാ അതൊന്ന് എന്താണെന്നുള്ളത് നോക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കാണാനൊക്കെ നന്നായിട്ടുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. എന്തായാലും 200 സംതിങ് എന്തോ ഉള്ളൂ. അങ്ങനെ ആ റേറ്റിന് എന്തായാലും ഇത് ലാഭമാണ് കേട്ടോ. നല്ല വെയിറ്റുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ അയൺ കടായിയാണ്, അടിപൊളിയാണ്, കാണാനൊക്കെ നന്നായിട്ടുണ്ട്. ക്വാളിറ്റിയും പറയാൻ മോശമല്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം മാത്രം, എന്താ കണ്ടോ, അതിൻ്റെ പിടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടമായിട്ടോ. ആറ്റ് നോറ്റിട്ട് ഒന്ന് വാങ്ങിയതാണ്. ഇത് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. കാരണം ഞാൻ ഇതിൽ വേണം ഇനി പൊരിക്കാനായിട്ട് എന്ന് കരുതിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ പിടി കണ്ടോ, അവിടെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, അപ്പം ഞാൻ എന്തായാലും റിട്ടേൺ അടിക്കാമെന്ന് കരുതിയിട്ട് ഞാനത് റിട്ടേൺ അടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവില്ലേ, അത് 10 മിനിറ്റിലും കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഡെലിവറി വാങ്ങാനായിട്ട് പോകുമ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു, 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ നെയ്യിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെക്കുക, ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചട്ടിയാണ് കേട്ടോ ഞാൻ മാറ്റണം എന്ന് കരുതിയത്. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഓരോ കൈകൊണ്ട് ഓരോ നുള്ളായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതാ അതിലോട്ട് ഇട്ട് കൊടുത്തതും ഇതാ കണ്ടോ, നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത മാവിനേക്കാളും ഡബിൾ സൈസായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ മുട്ടയോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. സിമ്പിളായി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊന്നും തന്നെ വെച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഡെലിവറി വാങ്ങാൻ പോകുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് മാത്രം കുറച്ച് നേരം ആയി എന്നേ ഉള്ളൂ. ഇത്ര ടൈമൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, വെറും 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. നന്നായി തന്നെ വെന്ത് കിട്ടണം കേട്ടോ. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം കോരി മാറ്റാം. പിന്നെ നിങ്ങൾക്കിതിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു കളറ് വരാനായിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം.
ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സ്നാക്സാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.